അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഈ ഓരോ ഇഷാ എന്ന് പറഞ്ഞില്ല, അവിടെ ഈ ഇഷാക്ക് പ്രത്യേകമായ ഒരു പേര് പറയാറുണ്ട്. ഈ ആത്തമത്ത് എന്ന് പറയപ്പെടുന്ന ഇഷാ നിസ്കാരത്തെ ആത്തമത്ത് സമയത്തിലേക്ക് മാറ്റി എന്ന് ചില ഹദീസുകൾ കാണാം. എന്താണ് ഈ ആത്തമത്ത് എന്നൊന്ന് വിശദീകരിച്ചാൽ നല്ലതായിരുന്നു. വൈക്ക് വിട്ട്. അസ്സലാമു അലൈക്കും. അതൊന്നും ഞമ്മളെ നാട്ടിലൊന്നും ഇയാൾക്ക് വെറുതെ നേരം പോകാൻ ചോദിക്കുന്ന ചോദ്യമാണ് സൂര്യൻ. അത്തമത്ത് എന്ന് പറയാൽ പഴയ കാലത്ത് ബതുക്കളായ അറാബികളായ ആളുകള് ഇരുട്ട് മൂടിയതിനു ശേഷമായിരുന്നു ഒട്ടകത്തെ കറക്കാൻ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അവര് ഒട്ടകത്തെ രാത്രി സമയത്താണ് കറക്കുന്ന. ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരമായതുകൊണ്ട് അറാബികളായ ആളുകൾ സ്വലാത്തുൽ അത്തമത്ത് എന്നതിനെ പറ്റി പറയുമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായി ഹദീസിൽ കാണാം. ലാ യഗ്രിബന്നകുമുൽ അറാബു അലസ്മി സ്വലാത്തികുമുൽ ഇശാ ഫഇന്നഹും യഖൂലൂന സ്വലാത്തുൽ അത്തമാ. നിങ്ങൾ ഇശാ നിസ്കാരത്തിന് നമ്മൾ ഇശാ എന്നാണല്ലോ പേര് പറയാ. ഈ പേര് അറാബികളായ ആളുകൾ അതിനെ അത്തമത്ത് എന്ന് പറയും. അത് നിങ്ങളെ അവർ പേരിൽ കീഴടക്കാതിരിക്കട്ടെ, അതുകൊണ്ട് നിങ്ങൾ ഇശാ എന്ന് തന്നെ പറഞ്ഞാൽ മതി. കാരണം ഒട്ടകത്തെ കറക്കാൻ വേണ്ടി ഇരുട്ടാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു. ആ ഇരുട്ടാവുന്ന സമയത്ത് അവര് പറയുന്ന പേരാണ് അത്തമത്ത് എന്നത്. ആ അത്തമത്തിന്റെ സമയത്തുള്ള നിസ്കാരം ആയതുകൊണ്ട് സ്വലാത്തുൽ അത്തമ എന്ന് അവര് പറഞ്ഞിരുന്നു. നിങ്ങൾ അങ്ങനെ പറയണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത സംഗതിയാന്നേ. ഒരു സംശയം. നമ്മുടെ നിസ്കാരങ്ങള് ഓരോ നബിമാരും ഒക്കെ പറഞ്ഞു. പക്ഷെ ഈ നിസ്കാരത്തിന്റെ രൂപം ഇന്നത്തെ നമ്മുടെ നിസ്കാരം പോലെ തന്നെ ആയിരുന്നോ? അതിന്റെ ദൈർഘ്യവും അതിന്റെ ഫർളുകളും ഷർത്തുകളും സുന്നത്തുകളും ഒക്കെ അങ്ങനെ തന്നെ ആയിരുന്നോ എന്നൊരു സംശയം ഉണ്ട്. അതും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. അസ്സലാമു അലൈക്കും. ഞാൻ പറഞ്ഞ കേസിക്ക് പേടിയാവും, പറയാതെ എന്നാ കേസിരി സമയം വെറുതെ കളയും ചെയ്യും. ഇതാണ് കോലം. ചൊളയാത്ത ചക്കക്ക് ഉറക്കൊഴിച്ചാ കേസിരി. അതൊക്കെ ഓലത് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് വെക്കുക. എന്നാപ്പ എന്താ നമുക്ക് ഓലത് ഇങ്ങനെ എല്ലേന് നിൽക്കുക. എന്നാ എന്താപ്പ നമുക്ക് അത് രണ്ടും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ അല്ല. തന്നെയല്ല, നമ്മുടെ നിസ്കാരം ഈ രീതിയിൽ മറ്റുമ്മത്തുകൾക്കൊന്നും നൽകപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. അപ്പോ അതിന്റെ ഹുക്കുമുകളില്, അതിന്റെ റക്കാത്തിന്റെ രീതികളില്, വിധിവിലക്കുകളിലൊക്കെ കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്ന ഫർദ് നിസ്കാരം എന്ന നിലക്ക് അന്ന് പറഞ്ഞിരുന്ന പേര് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് അന്നത്തെ രീതിയാണ് ഇപ്പോൾ എന്നോ അവർക്കും നമ്മൾക്കും അതിന്റെ ഫർദുകളും ഷർത്തുകളും കാര്യങ്ങളൊക്കെ നമ്മളെ പോലെ ആയിരുന്നു എന്നതിനർത്ഥമില്ല. എന്നല്ല, മിക്കവാറും വ്യത്യാസമുണ്ടായിരുന്നു. കൃത്യമായി നമുക്കത് അറിയിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യമല്ല, എന്നാലും ഫിഖ്ഹിയാണ്, അതുകൊണ്ട് ചോദിക്കുന്നു. പിന്നെ ഈ റേഷൻ കടയിൽ നിന്ന് കൂടുതൽ വില കൊടുത്തിട്ട് അരി വാങ്ങി അത് മറിച്ച് വെക്കുന്ന ഏർപ്പാട്, അത് ശരിയാണ്? സാധാ അവിടെ കിട്ടുന്ന വിലക്കല്ല, കൂടുതൽ കൊടുത്തിട്ട് വാങ്ങി അത് കച്ചവടമായിട്ട് വേറെ ആൾക്ക് മറിച്ച് വെക്കുന്നൊരു സിസ്റ്റം. അതേപോലെ അവിടെ തന്നെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ സാധനം അത് അവര് പിന്നെ അതിന്റെ യഥാർത്ഥ അവകാശികൾക്ക് തന്നെ കിട്ടി. അത് അവര് പിന്നെ കച്ചവടം ചെയ്യുന്ന ടീമിന് കൊടുത്തു. അത് അവര് കൂടുതൽ വിലക്ക് എന്താക്കുന്നു, വെക്കുന്നത്. അങ്ങനെ ഒരു തൊഴിലായി സ്വീകരിക്കുന്ന ഒരു ടീമുകളുണ്ട്. അതെങ്ങനെ ഹലാലാവോ, എന്താണ് അതിന്റെ വിധി എന്നറിയാൻ താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.
അത് രണ്ടും രണ്ട് ഹുക്കുമ. ആദ്യം പറഞ്ഞത് ഹറാമും രണ്ടാമത് പറഞ്ഞത് ഹലാലും ആവുന്നു. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതായത് റേഷൻ ഷാപ്പിൽ ഗവൺമെന്റ് സബ്സിഡി കൊടുത്ത് അതിന്റെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലക്ക് കൊടുക്കാൻ വേണ്ടി അനുവദിക്കപ്പെട്ട നിശ്ചിത യൂണിറ്റുകൾ അതിന്റെ അവകാശികൾക്ക് കൊടുക്കാതെയോ പൂഴ്ത്തിവെച്ചോ അവരെ അറിയിക്കാതെയോ ഒക്കെ പുറമേക്ക് മറച്ചു വെക്കൽ കടുത്ത ഹറാമും തെറ്റും കുറ്റവുമാകുന്നു. അതുകൊണ്ട് തന്നെ അത് വാങ്ങലും ഹറാമും തെറ്റും കുറ്റവുമാകുന്നു. മറ്റൊന്നുണ്ട്, റേഷൻ ഷാപ്പുകാർ കുറെ കള്ള കാർഡ് ഉണ്ടാക്കിയിട്ട് അതിന്റെ യഥാർത്ഥ ഉപഭോക്താക്കളും ഉടമകളും ഉണ്ടാവില്ല. കൃത്രിമമായിട്ട് കുറെ കള്ള കാർഡുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ അനുവദിക്കപ്പെടുന്ന യൂണിറ്റ് സബ്സിഡി വിലക്ക് ഗവൺമെന്റിൽ നിന്നിട്ട് വാങ്ങുകയും പുറത്തേക്ക് മാർക്കറ്റിലെ ഉയർന്ന വിലക്ക് മറച്ചു വെക്കുകയും ചെയ്യുന്നു. കടുത്ത തെറ്റും കുറ്റവും ഹറാമുമാകുന്നു. അത് രണ്ടും ഹറാമാകും. രണ്ടാമത്തെ നിങ്ങളെ ചോദ്യത്തിലില്ല, ഒന്നാമത്തതാണ് ചോദ്യത്തിലുള്ളത്. രണ്ടാമത്തെ ഞാൻ കൂട്ടിയതാണ്. അതും രണ്ടും ഹറാമാ. ഇനി മൂന്നാമത്തെ ഒന്നുണ്ട്. അവകാശികൾ കുറഞ്ഞ വിലക്ക് അവർക്ക് അനുവദിക്കപ്പെട്ട സാധനങ്ങൾ വില കൊടുത്ത് വാങ്ങി അത് കൂടുതൽ വിലക്ക് പുറത്തേക്ക് മറച്ചു വെക്കുന്നു. അത് ഹലാലാണ്, അതിന് കുഴപ്പമില്ല. അവിടെ അനുവദിക്കപ്പെട്ട വില കൊടുത്ത് തന്റെ അവകാശപ്പെട്ട അർഹതപ്പെട്ടത് വാങ്ങി, ആ കച്ചവടത്തിന് കുഴപ്പമൊന്നുമില്ല, ഹലാലാണ്. പിന്നെ അവൻ അത് കൂടുതൽ വിലക്ക് പുറത്തേക്ക് മറച്ചു വെക്കുന്നു, ഇസ്ലാമിൽ അതിനൊരു കുഴപ്പമില്ല. അതേ സമയത്ത് കൂടാതെ കഴിയൂലെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, കഴിയുന്നതും മരിച്ചു പോകണം എന്ന് വിശ്വാസമുള്ള മുസ്ലിമീങ്ങളായ ആളുകൾക്ക് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥിതി പ്രകാരം റേഷൻ കച്ചവടം ചെയ്യുന്നത് ഹലാലാവൂലെന്ന് ഞാൻ പറഞ്ഞാൽ അത് അധികപ്പറ്റല്ല. കാരണം അതിന്റെ ലൈൻ അങ്ങനെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ നിർബന്ധിതരാവുന്നു. പിന്നെ അവകാശികൾ ഇല്ലാത്ത കുറെ കള്ളരേഖകൾ ചമച്ച് സാധനങ്ങൾ എടുത്ത് അത് കരിഞ്ചന്ത വിലക്ക് പുറത്തു വിറ്റ് പൈസ ഉണ്ടാക്കുന്നു. അവകാശികളുടേത് യഥാസമയത്ത് നിരക്ക് കൊടുക്കാതെ കൃത്രിമം ചെയ്ത് അത് ശേഖരിച്ച് അത് മറച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്നു. ഇങ്ങനെ ഒരുപാട് കടുത്ത ഹറാമുകൾ വരുന്നുണ്ട്. അപ്പോ അതിപ്പോ അവസാനം പറഞ്ഞത് ഹലാലാവുന്നുള്ളൂ. ഏത്? നമുക്ക് അനുവദിക്കപ്പെട്ട യൂണിറ്റ് അവിടെ നിശ്ചയിക്കപ്പെട്ട വില കൊടുത്ത് വാങ്ങി അത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് മാർക്കറ്റ് അന്നന്ന് കിട്ടുന്ന വിലക്ക് വിൽക്കുക, അതിന് കുഴപ്പമില്ല. ആൺകുട്ടി ഭാഗങ്ങൾ കുട്ടിയുടെ കൈക്ക് തകരാറ് വല്ലതും സംഭവിച്ചു, കൈകൊണ്ട് മറക്കിരുന്ന കഴുകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഉമ്മാക്ക് കഴുകി കൊടുക്കാൻ പറ്റുമോ? ശരിക്കും മുട്ടുപൊക്കിളട ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ഔറത്ത് തന്നെയാണ്. മറ്റു മാർഗമില്ലാതെ വെറൂറത്തുണ്ടെങ്കിൽ മാത്രമേ അത് അനുവദനീയമാവൂ. ഉദാഹരണം പറഞ്ഞാൽ ഇടത്തെ കൈയിനാണ് തകരാറ്, വലത്തെ കൈയിന് കുഴപ്പമൊന്നുമില്ല എങ്കിൽ ആ വലത്തെ കൈ കൊണ്ട് കഴുകുകയാണ് വേണ്ടത്, മറിച്ച് ഉമ്മ കഴുകി കൊടുക്കുകയല്ല. അങ്ങനെയൊന്നും കഴിയൂല, രണ്ട് കൈയിനും ഉദറാണ്. എന്നാ പിന്നെ വെറൂറത്ത് ആയതുകൊണ്ട് അനുവദനീയമാവും. പൊതുവിൽ ഉമ്മാക്കാണെങ്കിലും ബാപ്പാക്കാണെങ്കിലും ചെറിയ പൈതൽ മക്കളുടേത് ഉമ്മാക്ക് തൊടലും കാണലും ഒക്കെ അനുവദനീയമാണ്, കാരണം ഉമ്മാന്റെ പരിചരണം ആവശ്യമായതുകൊണ്ട്. അതേ സമയത്ത് മുതിർന്നു കഴിഞ്ഞാൽ 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിച്ച് കിടക്കാൻ പോലും പാടില്ല എന്നാണല്ലോ നിയമം. ഉമ്മാന്റെ കൂടെ ആൺകുട്ടികളോ വാപ്പാന്റെ കൂടെ പെൺകുട്ടികളോ 10 വയസ്സ് മുതൽ കിടക്കാൻ പോലും പാടില്ല.
ആ രീതിയിൽ തന്നെയാണ് ഔറത്ത് മുട്ടുമക്കളുടെ കാണലും തുടരുമൊക്കെ. പക്ഷെ ഇവിടെ വേറെ നിവൃത്തിയില്ലാതെ ലറൂറത്തിന്റെ ഒരു കാര്യമായതുകൊണ്ട് കുട്ടീന്റെ കൈ ഉഴുതറ് കൊണ്ടിട്ട് കഴുകാൻ പറ്റാതെ വന്നപ്പോൾ ആ ഉഴുതറിന് വേണ്ടിയിട്ട് കഴുകാം. എന്നാലും കൈക്കോറയുടെ പോലത്തെ ഇടുന്നത് നല്ലതാണ്. പക്ഷെ ലറൂറത്തിന്റെ സമയത്ത് ഔറത്ത് കാണലും തുടരും ഒക്കെ ജായിസാവുന്ന അവസ്ഥയിൽ പെടാം. പിന്നെന്താ പറഞ്ഞ് ഞാൻ മനസ്സിലായില്ല. ഏതാനും ഭാഗങ്ങളിൽ പൊട്ടിയത് കൊണ്ട് എല്ല് പൊട്ടുന്ന പ്ലാസ്റ്റർ ഇട്ട് വിരല് മാത്രമേ പുറത്തുള്ളൂ. തയമ്മം കയ്യിന് പൊട്ടോ മുറിയോ ഏറ്റിട്ട് പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നിസ്കരിച്ചാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് പിന്നീട് മടക്കി നിസ്കരിക്കണം. അതായത് ഇപ്പൊ ഉദു സാധാരണ പോലെ ഉദു എടുക്കണം. ഈ പ്ലാസ്റ്ററിന്റെ മുകളിൽ ഉൾപ്പെടെ മുറിയില്ലാത്ത കെട്ടില്ലാത്ത സ്ഥലത്തൊക്കെ കഴുകണം. എന്നിട്ട് തയമ്മം ചെയ്യുകയും വേണം. എന്നാലും പിന്നീട് മടക്കി നിസ്കരിക്കുകയും വേണം. അതിന് കാരണം പറയുന്നത് പ്ലാസ്റ്റർ ഉള്ളത് കൊണ്ട് ആ കൈ കഴുകാൻ കഴിയുന്നില്ല. അപ്പോ വുളു പൂർത്തിയാകുന്നില്ല. അതിന് പകരം തയമ്മാണ്. തയമ്മത്തിന് അവയവമാണല്ലോ മുഖവും രണ്ട് കൈ മുട്ടുൾപ്പെടെയും. അപ്പൊ ഒരു കൈ പ്ലാസ്റ്റർ ഇടുമ്പോ ആ കൈയും പൂർണ്ണമായിട്ട് തയമ്മം ചെയ്യാനും കഴിയുന്നില്ല. അപ്പൊ തയമ്മവും പൂർണ്ണമാകുന്നില്ല, വുളുവും പൂർണ്ണമാകുന്നില്ല എന്നതുകൊണ്ട് പിന്നീട് മടക്കി നിസ്കരിക്കൽ വുജൂബാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. അപ്പോ ഒരു പക്ഷേ സൂക്ഷ്മതയ്ക്ക് വേണ്ടി അങ്ങനെ ഷാഫി മദ്ഹബ് അനുസരിച്ച് തൽക്കാലം നിസ്കരിക്കൽ വുജൂബാണ്, പിന്നീട് സുക്കേട് മാറിയതിനു ശേഷം ആ നിസ്കാരം ഖളാ വീട്ടാം. അതല്ലെങ്കിൽ ഷാഫി മദ്ഹബിലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഖ്താറാക്കിയ ഇമാം ഷാഫി തങ്ങളുടെ ഒരു രണ്ടാം ഖൗലുണ്ട്. കഴുകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ കഴുകുകയും തയമ്മം ചെയ്യാൻ പറ്റുന്നത് തയമ്മം ചെയ്യുകയും ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് മടക്കേണ്ടതില്ല എന്ന ആ ഖൗലനുസരിച്ച് അമൽ ചെയ്യുന്നതിനും കുഴപ്പമില്ല. പക്ഷേ ഷാഫി മദ്ഹബിലെ മുഅ്തമദ് അനുസരിച്ച് വുദൂഉം പൂർണ്ണമായിട്ടില്ല, തയമ്മവും പൂർണ്ണമായിട്ടില്ല എന്നതുകൊണ്ട് പിന്നീട് മടക്കി നിസ്കരിക്കണം എന്നാണ് നിയമം. ഖളാ വീട്ടുക എന്നല്ല പറയല്, മടക്കി നിസ്കരിക്കുകയാണ്. കാരണം നിസ്കാരം വഖത്തിൽ നിസ്കരിച്ചു, അതുകൊണ്ട് ഖളാ ആയിട്ടില്ല. പക്ഷെ വുദൂഉം തയമ്മവും പൂർണ്ണമാകാത്തത് കൊണ്ട് പിന്നീട് മടക്കി നിസ്കരിക്കണം എന്നതാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദ്. അതെ, ഒരു ചോദ്യം. ولو شرع في غير الجمعة وقد بقي ما يسعها جاز له بلا قراءة أن يطولها بالقراءة والذكر حتى يخرج الوقت وإن لم يبق منها ركعة في المعتمد. എന്ന് ഇത് ആദ്യം വക്തിൽ നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്കാണല്ലോ ഈ പറഞ്ഞത്. അവൻ നിസ്കരിക്കാൻ തുടങ്ങി. ഉദാഹരണം, ഒരു ഇമാം അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി, അവനെ തുടർന്നവൻ അവൻക്ക് ഈ വക്തി വിശാലായിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെ അവനും ഈ ഇമാമിനെ തുടർന്ന് നിസ്കരിച്ചു. എന്നാൽ ഈ തുടർന്ന് നിസ്കരിക്കുന്നവനിക്ക് ഇത് ബാധകമാണോ, അല്ല ഈ വക്തിന്റെ വിശാലത കണ്ട് ആദ്യം നിസ്കാരം തുടങ്ങിയവനിക്ക് മാത്രം ബാധകമാണോ എന്നറിയാനാണ്. അസ്സലാമു അലൈക്കും. ആ പറഞ്ഞ മസാല തന്നെ തിരിഞ്ഞിട്ടില്ലേ സൂര്യ? എന്താ ഇപ്പൊ നിങ്ങള് ഈ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ആ പറഞ്ഞ കൊടുത്ത മസാല തന്നെ തിരിഞ്ഞിട്ടില്ല എന്നാ. ഒരു മനുഷ്യൻ മുഅ്തദിലായ നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം പൂർണ്ണമായിട്ട് വഖത്തിൽ കിട്ടാൻ സൗകര്യപ്പെടുന്ന ഒരു സമയത്ത് നിസ്കരിക്കാൻ തുടങ്ങി എന്നാ പറഞ്ഞ്. അത് അവ്വൽ വഖ്തായാലും വേണ്ടിയില്ല, ഔസത്ത് വഖ്തായാലും വേണ്ടിയില്ല, എപ്പോഴായാലും വേണ്ടിയില്ല. മുത്തവസ്സിത്തായ നിലക്ക് നിസ്കരിച്ച് വഖത്തിൽ പൂർത്തിയാക്കാൻ സൗകര്യപ്പെടുന്ന സമയത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തി, അത് ഇമാമെന്നോ മൗമൂമെന്നോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിസ്കരിക്കുന്ന ഒരു വ്യക്തി ഇമാമാണെങ്കിൽ നീട്ടി നിസ്കരിക്കാൻ ഇഷ്ടപ്പെടാത്ത മൗമൂമിങ്ങളാണെങ്കിൽ അയാൾക്ക് നീട്ടുന്നതിനൊരു പരിധി ഉണ്ട്. ആ പരിധി ഇവിടെയും ബാധകമാണ്. ഇവിടെ മാത്രമല്ല, എല്ലായിടത്തും ബാധകമാണ്.
അപ്പൊ സാധാരണഗതിയിൽ എവിടേക്കേ പറ്റുള്ളൂ? ഒറ്റക്ക് നിസ്കരിക്കുന്നവനിക്ക് ആ നിയമം ബാധകമായി വരുള്ളൂ. കാരണം ഇഷ്ടം പോലെ നീട്ടാന്ന് അറിഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ അതിന് മാത്രം എത്ര വേണമെങ്കിലും നീട്ടാൻ വേണ്ടിയിട്ട് വാക്കാൽ സമ്മതിച്ച മാസൂര്യങ്ങളായ മൗമൂമാവുകയും മത്രൂക്കായ വള്ളി അല്ലാതിരിക്കുകയും ഒക്കെ ചെയ്താൽ നീട്ടാന്ന് പണ്ട് നമ്മൾ പറഞ്ഞ ആ സാഹചര്യത്തിൽ ഇങ്ങനെ നീട്ടിയെടുക്കാൻ പറ്റുള്ളൂ സുന്നത്തായ കാര്യങ്ങളെ കൊണ്ട്. അത് പിന്നെ നേരത്തെ പണ്ട് പഠിച്ച മസലല്ലേ. ചുരുക്കി പറഞ്ഞ മുത്തവസ്സിത മിതമായ നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ പൂർണ്ണമായും വക്തിൽ നിസ്കരിക്കാൻ സൗകര്യപ്പെടുന്ന ഒരു സമയത്ത് നിസ്കരിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തി, ആ വ്യക്തി നിസ്കാരം നീട്ടി, ആ നീട്ടിയ അത് ഇമാമായാലും വേണ്ടിയില്ല മൗമൂമായാലും വേണ്ടിയില്ല ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനായാലും നീട്ടാൻ പറ്റുന്ന സമയത്ത്, ഇമാമാണെങ്കിൽ നീട്ടാൻ പറ്റാത്ത സമയമുണ്ട് നിങ്ങൾക്ക് അറിയോളെ, പറ്റുന്ന സമയത്ത് നീട്ടി, ആ സമയത്ത് തുടങ്ങിയാൽ അവർക്ക് നീട്ടാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ ഉസ്താദെ? എനിക്കൊരു സംശയം. നമ്മൾ തഹിയ്യത്ത് നിസ്കരിക്കുമ്പോൾ അതിന്റെ കൂടെ റവാത്തിബിന്റെ നിയ്യത്ത് കരുതാമോ? അല്ലെങ്കിൽ നമ്മൾ റവാത്തിബ് നിസ്കരിക്കുമ്പോൾ സമയമൊന്നും കിട്ടിയില്ല, അപ്പൊ തഹിയ്യത്തിന്റെ നിയ്യത്ത് ഒരുമിച്ച് കരുതി രണ്ടും ഒറ്റ നിയ്യത്തിൽ രണ്ടും പോകോ എന്നുള്ളതാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. തഹിയ്യത്ത് നിസ്കരിക്കുന്ന കൂട്ടത്തിൽ റവാത്തിബ് കൂടി കരുതാ, അതിന് കുഴപ്പമൊന്നുമില്ല. തഹിയ്യത്ത് സുന്നത്ത് ഉണ്ടാണെങ്കിൽ പള്ളി കയറി ഉടനെയാണല്ലോ. പള്ളി കയറി രണ്ടും കൂടി വേറെ വേറെ നിസ്കരിക്കാൻ സമയമില്ല, അങ്ങനെ ഒരു സമയത്ത് ഔട്ടിക്കോളി. അല്ലെങ്കിൽ തഹിയ്യത്ത് റവാത്തിബ് സ്വന്തം നിസ്കരിക്കാൻ പറ്റാത്തൊരു സമയത്താ, രണ്ടും കൂടി കരുതിയ ഒരു കുഴപ്പമില്ല. രണ്ടും കൊണ്ടും ജമാഅത്ത് തുടങ്ങാനായിന് ആദ്യം തഹിയ്യത്ത് നിസ്കരിച്ച് പിന്നെ റവാത്തിബ് നിസ്കരിക്കാനുള്ള സമയം കിട്ടൂലെന്നുണ്ട്. എന്നാ രണ്ടും കൂടി കരുതിയാൽ രണ്ടിന്റെ കൂലിയും കിട്ടും. അസ്സലാമലൈക്കും. കുട്ടിന്റെ മുടി കളയുമ്പോ അതിന്റെ മുടിന്റെ തൂക്കത്തിന്റെ തോത് അനുസരിച്ച് വെള്ളിയോ സ്വർണ്ണ ദാനം ചെയ്യണം എന്ന് പറഞ്ഞ സുന്നത്തുണ്ടല്ലോ. അപ്പോ അത് പണമായിട്ട് അതിന്റെ തോത് അനുസരിച്ച് പണമായിട്ട് ഇത് ദാനം ചെയ്താൽ മതിയാവോ, അല്ലെങ്കിൽ സ്വർണ്ണ വെള്ളിയോ തന്നെ ദാനം ചെയ്യണമെന്നുണ്ടോ? ഇതിന്റെ കൂടെ വേറെ ചോദ്യം കൂടെ ഉണ്ടാവും, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ ചോദിക്കണ്ടേ. ഓക്കെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കുട്ടികളുടെ പിറവിമുടി കളയുമ്പോ ആ മുടിയുടെ തൂക്കത്തിൽ സ്വർണമോ വെള്ളിയോ സദഖ ചെയ്യൽ സുന്നത്താണ്. അതായത് ഈ സിൽസിലപ്പെട്ട ചോദ്യം, ആ സ്ഥാനത്ത് ഈ സുന്നത്ത് കിട്ടണമെങ്കിൽ സ്വർണം വെള്ളിയും തന്നെ വേണമോ, അതല്ല ആ സ്ഥാനത്ത് പൈസ കൊടുത്താൽ മതിയാവുമോ? ശരിക്ക് സാധിക്കുമെങ്കിൽ സ്വർണമോ വെള്ളിയോ കൊടുക്കുന്നതാണ് നല്ലത്. എന്നാൽ ഇന്നത്തെ നിലവിലുള്ള കറൻസികളൊക്കെ ഈ സ്വർണ്ണ നാണയത്തിന്റെയോ വെള്ളി നാണയത്തിന്റെയോ സ്ഥാനത്ത് നിൽക്കുന്നതായത് കൊണ്ട് എത്ര ഗ്രാം തൂക്കമുണ്ടോ മുടിയെങ്കിൽ അത്രയും ഗ്രാം സ്വർണത്തിന്റെയോ അല്ലെങ്കിൽ വെള്ളിയുടെയോ വില കണക്കാക്കി സാധുക്കളായ ആളുകൾക്ക് സദഖ ചെയ്താലും ഈ കൂലി കിട്ടും. എന്നാൽ പൊന്നോ വെള്ളിയോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എന്നാ പിന്നെ അഭിപ്രായ വ്യത്യാസത്തിന് വഴിയേ ഇല്ല. ആ സ്ഥാനത്ത് പൊന്നിന്റെയും വെള്ളിയുടെയും അഥവാ സ്വർണ്ണ നാണയത്തിന്റെയും വെള്ളി നാണയത്തിന്റെയും സ്ഥാനത്ത് ഇന്ന് കറൻസികളാണ് ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് അത്രയും തൂക്കം പൊന്നിന് അല്ലെങ്കിൽ വെള്ളിക്ക് എത്ര വില വരും എന്ന് കണക്കാക്കി കൊടുത്താലും സുന്നത്ത് കിട്ടും. ഓക്കെ. അസ്സലാമലൈക്കും. ഉസ്താദ്, ഈ ചെറിയ കുട്ടിയെ ഹാഫിളാക്കാനാണ് ആഗ്രഹം. അപ്പൊ ആ കുട്ടിക്ക് സ്വർണ്ണം ഇട്ട് കൊടുക്കുന്നതിന്റെ വിധി കറാത്താണോ, അങ്ങനെ എന്തെങ്കിലും അതിനെ പറ്റി ഒന്ന് പറയാമോ ഉസ്താദ്? അസ്സലാമലൈക്കും. വലൈക്കും സലാം. കുട്ടികൾക്ക് വകതിരിവ് എത്തുന്ന പ്രായം വരെ സ്വർണം അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കറാത്ത് പോലും ഇല്ല. ശരി. തമ്മീസിന്റെ പ്രായം എത്തിയാൽ പിന്നീട് അത് ഒഴിവാക്കേണ്ടതാണ്. അത് നാട്ടിൽ നമ്മളെ സാധാരണ നാട്ടിൽ നടപ്പനുസരിച്ച് തമ്മീസിന്റെ പ്രായം ആകുന്നതിന് മുമ്പ് തന്നെ ഒക്കെ ഒഴിവാക്കുമല്ലോ. ചെറിയ മക്കൾക്ക്
അത് ഹലാലാണ്, കറാത്ത് പോലുമില്ല എന്നതാണ് ഷാഫി മദ്ഹബ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാവുന്നതാണ്, കറാത്തില്ല. കുട്ടി ഹാഫിളാവട്ടെ, നല്ല സ്വാലിഹീങ്ങളിൽ പെടുമാട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അത് കുട്ടി പ്രായത്തിൽ തമീസ് ആകുന്നതിന് മുമ്പ് ആഭരണം ഉപയോഗിക്കുന്നതുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഓക്കെ. അതെ, ഈ തഹജ്ജുദ് നിസ്കാരത്തിന് റക്അത്തിന് എണ്ണമില്ലല്ലോ. ഒരഭിപ്രായത്തിൽ 12 റക്അത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഉണ്ട്. ആ നിലക്ക് ഇശാക്ക് ശേഷം അല്പസമയം ഉറങ്ങി, എന്നിട്ട് ഇശാ നിസ്കരിക്കുമ്പോൾ ഇശാന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദ് നിസ്കാരത്തിൽ കൂടെ കരുതി, ഫർള് നിസ്കരിക്കുമ്പോഴും തഹജ്ജുദ് നിസ്കാരത്തിനും കൂടെ കരുതി, അതിന്റെ ശേഷമുള്ള നിസ്കാരത്തിലും കരുതി, പിന്നെ 3 റക്അത്തോ അതിന്റെ വേറെയുള്ള നിസ്കാരത്തിലൊക്കെ തഹജ്ജുദ് നിസ്കാരത്തിൽ കരുതിയാൽ ഈ റക്അത്തുകളുടെയും ശ്രേഷ്ഠത ഈ നിസ്കരിച്ച നിസ്കാരത്തിന്റെ കൂടെയും കിട്ടുകയില്ല എന്നാണ് ചോദ്യം. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. കിട്ടുണ്ടല്ലേ? ഇൻഷാ അല്ലാഹ്. എത്ര റക്അത്തും ആവാം, ചുരുങ്ങിയത് 1 റക്അത്താകാം. ഒരാൾക്ക് 100 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അത്രയും ആവാം. 12 എന്നൊന്നും പറയുന്നത് അതൊരു എണ്ണപ്പെട്ട കൗലല്ല. കാരണം മുത്തലഖ് സുന്നത്തിന്റെ ഹുക്കുമ, മുത്തലഖ് സുന്നത്ത് ഇത്ര റക്അത്തെ നിസ്കരിച്ചു കൂടൂ എന്നില്ല. തഹജ്ജുദ് ഇശാഇന്റെ ശേഷം അല്ലെങ്കിൽ രാത്രി ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം സുബഹിന്റെ മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളൊക്കെ തഹജ്ജുദ് തന്നെയാണ്. തഹജ്ജുദ് എന്ന് പ്രത്യേകം കരുതിയാലും ഇല്ലെങ്കിലും, ഇപ്പൊ ഉദാഹരണം വിത്രൊക്കെ നിസ്കരിക്കുന്നത് തഹജ്ജുദ് എന്ന് പ്രത്യേകം കരുതിക്കൊള്ളണമെന്നില്ല. വിത്ര എന്ന് കരുതിയാൽ തന്നെയും ഇശാ നിസ്കരിച്ച് ഇട്ടുകൊണ്ട് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷമാണ്, സുബി ആയിട്ടും ഇല്ല, ആ സമയത്ത് നിസ്കരിക്കുന്ന തസ്ബീഹ് നിസ്കാരം നിസ്കരിച്ചാലും വിത്ര നിസ്കരിച്ചാലും ഇനി തറാവീഹ് നിസ്കരിച്ചാലും അതൊക്കെ ഈ പറയുന്ന തഹജ്ജുദിൽ പെടും. തഹജ്ജുദ് എന്നത് മുത്തലഖ് സുന്നത്തായതുകൊണ്ട് അത് ഏത് നിസ്കാരം അനുവദനീയമാവുന്ന ഏത് നിസ്കാരവും നിസ്കരിച്ച ആ സമയത്തായാൽ അത് പ്രത്യേകം തഹജ്ജുദ് എന്ന് കരുതിയാലും കരുതിയിട്ടില്ലെങ്കിലും ആ പുണ്യം കിട്ടും. അസ്സലാമലൈക്കും. അതെ, പിന്നെ ജുമാക്ക് മുമ്പ് പ്രസംഗം നടത്തുന്നതിനെ പറ്റി, അതായത് 2 വിഭാഗക്കാർ, ഇപ്പൊ എ പി ആയാലും ഇ കെ വിഭാഗമായാലും എ പി വിഭാഗമായാലും നടത്താൻ പാടില്ല എന്ന് പറയുന്നു, എന്നിട്ട് 2 പേരും നടത്തുന്നുണ്ട്. പിന്നെ അത് ബുദ്ധിമുട്ട് ഉള്ള ചില കമ്മിറ്റിക്കാരെ ബുദ്ധിമുട്ടുണ്ട്, അതല്ലെങ്കിൽ മുമ്പത്തെ ഖത്തീബ് അവിടെ തറപ്രസംഗം നടത്തിയെന്നത് കൊണ്ട് ചിലർ നടത്തപ്പെടേണ്ടി വരുന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിലല്ലോ ഖത്തീബന്മാർ എന്താ ചെയ്യേണ്ടതെന്നൊരു ഉപദേശം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. അവിടെ ഖത്തീബിനോട് ഉപദേശിക്കാൻ മാലിമീങ്ങളേക്കാരുള്ള ഖത്തീബന്മാര് ഈമാൻ കാര്യം ആറാവുന്നു എന്ന് ആ ഖത്തീബിന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് മനസ്സിലാണില്ലെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾക്കുണ്ടൊരു പാട്ട്, ഈമാൻ കാര്യം ആറാണ്, അവകൾ അറിയൽ ഫർളാണ്, ഈമാൻ ഇസ്ലാം അറിഞ്ഞില്ലെങ്കിൽ അവരുടെ ഭവനം എങ്ങനെ നരകം അവരുടെ വീടാണ് എന്ന് പറഞ്ഞിട്ട് കലിമ ഷഹാദത്ത്, ഇങ്ങനെ അള്ളാഹുവിലുള്ള വിശ്വാസം. 6ാമത്തേത് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഖദർ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ടെന്നും 5യിൽ വിശ്വസിക്കേണ്ടതില്ല എന്നും ഖത്തീബമാരോട് പറയുകയാവുന്നു അതിനുള്ള ശരിയായ വഴി. ചില സാധുക്കൾ 5യിൽ വിശ്വസിച്ചിട്ടുള്ളൂ, മനസ്സിലായില്ലേ? ഖൈർ അള്ളാഹുവിൽ നിന്നൊക്കെ തന്നെയാണെങ്കിലും ഷെറ് ചിലപ്പോ കമ്മിറ്റിക്കാരിൽ നിന്ന് ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ചില വഫാഉൽ ഖത്തീബന്മാരുണ്ട്. അവരാണ് കമ്മിറ്റിക്കാർ കണ്ണുരുട്ടി പഠിപ്പിക്കും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാർ പിരിച്ചുവിടും. അലംതക്കുൻ അർദുല്ലാഹി വാസിഅത്തൻ ഫതുഹാജിറു ഫിഹാ എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പള്ളിക്കൽ നിൽക്കുകയാണെങ്കിൽ തറ വേണം, ഇല്ല ഞാൻ കയ്യൂല, എന്നാ പോയിക്കോളീന്ന്. ദുന്യാവ് വിചാരല്ലേ? അള്ളാഹു തആല പറയാണ് അലംതക്കുൻ അർദുല്ലാഹി വാസിഅത്തൻ ഫതുഹാജിറു ഫിഹാ, ഒരുത്തീന്ന് പറ്റൂലെങ്കിൽ വേറൊരുത്തേക്ക് പോയിക്കോളീന്ന്. അവിടെ തന്നെ നിന്നോളണമെന്നേ.
അപ്പൊ ഈമാൻ കാര്യം 6 വിശ്വസിക്കണം എന്ന് ഉപദേശിക്കുകയും അള്ളാഹുവിന്റെ ഭൂമി വിശാലമാണ്, ഒരുത്തിന്ന് പിരിച്ചു വിട്ടാൽ വേറൊരുത്തിന് ജോലി കിട്ടും എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചതായി ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിൽ വന്നതാണ്. ജുമാ ദിവസം ജുമാ ഖുതുബക്ക് മുമ്പ് ഇൽമിന് വേണ്ടിയിട്ട് ഹൽക്ക കെട്ടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു. അതിൽ വിശ്വസിച്ച് അള്ളാഹിന്റെ റസൂല് പറഞ്ഞത് സ്വീകരിച്ച് ഈമാൻ കാര്യം 6 എന്ന് വിശ്വസിച്ച് അള്ളാഹിന്റെ ഭൂമി വിശാലമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഉറച്ചു നിന്ന ഓന് മോമിനായി ജീവിച്ച് മരിക്കുക. ഇല്ലെങ്കിലോ ആൾക്കൊപ്പിച്ചും അവസരത്തിനൊപ്പിച്ചും നാട്ടിനൊപ്പിച്ചും ഒക്കെ നിൽക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു അയകുഴമ്പനായിട്ട് പോവും. അത് ദീനല്ല. അസ്സലാമലൈക്കും. മഞ്ഞേരിയോ ആളെ മൈക്ക് എടുക്കാത്തോണ്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ചോദിച്ചതിനോട് അനുബന്ധമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. അതായത് മുതിർന്നവരെ ഹക്കീക്ക പ്രായപൂർത്തിയായതിനു ശേഷം അവരിൽ രക്ഷിതാക്കളിൽ നിന്ന് മാറിയിട്ട് അവർക്ക് സുന്നത്തായി വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് സ്വന്തം നാട്ടിൽ തന്നെ അറക്കണം എന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടിൽ നടത്താലും ഈ സുന്നത്ത് വിടുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു തന്നാല് ഉപകാരമായിരുന്നു. റിലീസ് ചെയ്യാണ്. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. അവനാണുള്ളോടത്ത് തന്നെ ചെയ്താൽ നന്ന്. നാട്ടിൽ അവനവൻ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ ചെയ്താലാണ് നല്ലത്. എന്നാൽ മറ്റൊരു നാട്ടിൽ അറക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അർത്ഥ നാട്ടിൽ കൊടുക്കുക എന്നല്ലാതെ ഇന്ന നാട്ടിൽ നിന്ന് അറക്കണം എന്ന് നിർദ്ദേശമൊന്നുമില്ല. എന്നാൽ നമ്മളുള്ള സ്ഥലത്താവുമ്പോ നമ്മളെ ജന്മത്തിൽ ശുക്ർ ചെയ്യാനാണ് യഥാർത്ഥത്തിൽ ഈ ഹഖീഖത്ത് എന്ന് അറിയണതേ. ഒരു കുട്ടി ജനിച്ചതിന് ഒരു വലിയ നിഅമത്ത്, അതിന് ശുക്ർ എന്നുള്ള നിലക്കാം. അത് നമ്മളുടെ ജന്മത്തിൽ ശുക്ർ എന്നുള്ള നിലക്ക് ഉമ്മ ബാപ്പാക്ക് അത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അല്ലാഹു തആല നമുക്ക് തന്ന ജന്മത്തിലുള്ള ശുക്റാണ്. അപ്പൊ നമ്മൾ ഉള്ളോടത്ത് ചെയ്യലാണ് കൂടുതൽ നല്ലത്. എന്നാൽ എവിടെ വെച്ചും ചെയ്യാം. ആ അർത്ഥോടത്ത് കൊടുക്കലാണ് അതിന്റെ ശരിയായ രീതി എന്നല്ലാതെ ഇന്ന സ്ഥലത്ത് ഇറക്കണം എന്ന് പ്രത്യേക നിർദ്ദേശമില്ല. മറ്റൊരു നാട്ടിൽ ഇറക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഉസ്താദെ, എനിക്ക് വദാന്റെ തവാഫിനെ കുറിച്ചാണ്. നമ്മള് സാധാരണ ജിദ്ദക്കാരായ ആൾക്കാര് ഉംറയൊക്കെ ചെയ്ത് പോകുമ്പോ നമ്മള് സാധാരണഗതിയിൽ വദാന്റെ തവാഫ് ചെയ്യാറില്ല. ഇനിയിപ്പോ ജിദ്ദക്ക് എത്തി കൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് റിയാദിലേക്കൊക്കെ പോകേണ്ട ആവശ്യം വരികയാണെങ്കിൽ പിന്നെ വീണ്ടും പോയി വദാന്റെ തവാഫ് ചെയ്യേണ്ടതുണ്ടോ എന്ന് പറഞ്ഞു തന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. വദാഇന്റെ തവാഫ് എന്നത് മക്ക ഷരീഫിൽ നിന്നും 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരം വരുന്ന സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടാൻ ഉദ്ദേശിക്കുന്നവർക്ക് വാജിബാകുന്ന ഒരു കാര്യമാവുന്നു. അപ്പോ മക്കയിൽ നിന്ന് പോരുന്ന ജിദ്ദയ്ക്ക് അപ്പൊ ഉദ്ദേശമുള്ളൂവെങ്കിൽ മക്കയിൽ നിന്ന് പോരുന്ന സമയത്ത് 2 മർഹലയിൽ താഴെയുള്ള സ്ഥലം ഉദ്ദേശിച്ചുകൊണ്ടാ പുറപ്പെടുക. അപ്പൊ തവാഫ് ചെയ്യൽ സുന്നത്താ, വുജൂബില്ല. പിന്നെ ജിദ്ദയിൽ എത്തിയതിന് ശേഷം റിയാദ് പോലെയുള്ള ദൂരദിക്കുകളിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ തവാഫ് ചെയ്യൽ ഇസ്ലാമിൽ കൽപ്പനയില്ല. മക്കം വിടുന്നവർക്ക് തവാഫ് വേണ്ടു. മക്കം വിടുമ്പോ തന്നെ നിങ്ങൾ റിയാദ് പോകാനാണ് ഉദ്ദേശമെങ്കിൽ തവാഫ് ചെയ്യൽ വുജൂബാണ്. അല്ല ജിദ്ദയ്ക്ക് പോലെ ഉദ്ദേശമുള്ളൂവെങ്കിൽ സുന്നത്തേ ഉള്ളൂ. ആ സുന്നത്തനുസരിച്ച് നിങ്ങൾ ഇവിടെ വന്നു ചെയ്തില്ല. പിന്നീട് പുതിയൊരു യാത്ര നാട്ടിലേക്കോ അതില്ലെങ്കിൽ റിയാദിലേക്കോ പോകുമ്പോൾ നേരത്തെ ഒന്നോ ചെയ്ത് പോരുമ്പോ അതായത് തവാഫ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനായിട്ട് പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ തവാഫ് വുജൂബില്ല. മക്ക വിടുമ്പോൾ 2 മർഹലയോ അതിൽ കൂടുതലോ ദൂരം ഉദ്ദേശം ഉണ്ടെങ്കിൽ വുജൂബാണ്, അല്ലെങ്കിൽ സുന്നത്തുമാണ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മറ്റുള്ള ആൾക്കാർ എടുക്കാത്തവരാണ് ഉസ്താദ്. പിന്നെ നമ്മൾ ഈ സ്വർണത്തിന് വിൽക്കുമ്പോ ആദ്യം നമ്മൾ സ്വർണത്തിന്റെ വില കൈപ്പറ്റണമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഒരു 5 ലക്ഷത്തിനോ അല്ലെങ്കിൽ 4 ലക്ഷത്തിനോ ഒക്കെ വിൽക്കുകയാണെങ്കിൽ അതിന്റെ പിന്നെ ജ്വല്ലറി കാർഡിൽ നിന്ന് അതിന്റെ ചെക്ക് കൈപ്പറ്റിയാൽ മതിയോ, അങ്ങനെ തിരിച്ചു കൊടുത്താൽ മതിയാവോ എന്ന് പറഞ്ഞ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളെ മൈക്ക് സുഹൃത്തെ തീരെ ക്ലിയർ ഇല്ല. ശബ്ദമുണ്ട്, പക്ഷെ എന്തോ ഒരു പെരപര ശബ്ദം കേട്ടിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞ ഒന്നും മനസ്സിലായിട്ടില്ല. ഇനി വേറെ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഓല് പറയാ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ മൈക്കൊന്ന് ക്ലിയർ ആക്കിയിട്ട് പറയാം. ശബ്ദമുണ്ട്, പക്ഷെ എന്താണ് പറയുന്നത് അക്ഷരങ്ങളൊന്നും വ്യക്തമാകുന്നില്ല, ഒരു പെരപര ശബ്ദം കേൾക്കുന്നു. അതുകൊണ്ട് ചോദ്യം എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാകാതെ ചോദ്യത്തിന് ഉത്തരം പറയാനും കഴിയൂലല്ലോ. അപ്പൊ ഒരിക്കൽ നിങ്ങൾ അതൊന്ന് മൈക്ക് ക്ലിയർ ആക്കിയിട്ട് രണ്ടാമതെടുത്ത് ചോദിക്കുക. ഒച്ചുണ്ട്, ഒച്ചല്ലിയല്ല, പക്ഷേ ഈ പെരപ്പരപ്പുള്ളത് കൊണ്ട് അക്ഷരങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഒന്ന് ക്ലിയർ ആക്കിയിട്ട് രണ്ടാമതെടുത്ത് ചോദിക്കാം, അത് കുഴപ്പമില്ല. കാരണം ചോദ്യം ശരിക്കും വ്യക്തമായെങ്കിലല്ലേ നമുക്ക് മറുപടി അറിയാൻ കഴിയുള്ളൂ. അസ്സലാമു അലൈക്കും. ക്ലിയർ ആണോ? ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദെ, ഞാൻ പറഞ്ഞത് പിന്നെ സ്വർണം വിൽക്കുമ്പോ അതായത് സ്വർണത്തിന്റെ വില നമ്മൾ കൈപ്പറ്റിയിട്ട് വീണ്ടും തിരിച്ചു കൊടുക്കാം. സ്വർണത്തിന് വിൽക്കുമ്പോ അപ്പൊ ഈ പണം കൈപ്പറ്റുന്നതിന് പകരം പിന്നെ ഈ ചെക്ക് വാങ്ങിയിട്ട് ആ ചെക്ക് തിരിച്ചു കൊടുത്താൽ മതിയോ എന്നതാണ്. ഇപ്പൊ ലക്ഷക്കണക്കിന് 2-3 ലക്ഷമൊക്കെ ചിലപ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ ചിലപ്പോ ജ്വല്ലറി കാർഡ് റെഡി കാശ് ഉണ്ടാവില്ല. അപ്പൊ ചിലപ്പോ ചെക്കായിരിക്കും തരിക. കേട്ടിട്ടുണ്ടാവുന്ന മനസ്സിലാക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്വർണം വിറ്റ് സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴുള്ള മസല സുഹൃത്ത് ചോദിച്ചത് നല്ലൊരു മസലയാണ്. നമ്മളിപ്പോ ഉദാഹരണം പഴയ സ്വർണം ഒന്നിച്ച് സ്വർണ്ണക്കടക്കാർക്ക് കൊടുക്കുന്നു, എന്നിട്ട് നമുക്ക് പുതിയ സ്വർണ്ണാഭരണം വാങ്ങണം. അവിടെ സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പോൾ വലിയ പ്രശ്നം വരും. കാരണം എന്ന് വെച്ചാൽ പഴയ പൊന്നിന്റെ തൂക്കത്തിന് പുതിയ പൊന്ന് എന്തായാലും കിട്ടൂലല്ലോ. തൂക്ക വ്യത്യാസത്തിന് വിൽക്കാനോട്ട് പാടില്ല. അപ്പൊ പിന്നെ അവിടെ ചെയ്യൽ എന്താന്ന് വെച്ചാല് നമ്മൾ കൊണ്ടുപോയ പഴയ സ്വർണം വിലക്ക് വിൽക്കുന്നു, എന്നിട്ട് നമ്മൾ പുതിയ സ്വർണം വിലക്ക് വാങ്ങുന്നു. അപ്പൊ 2 സ്വതന്ത്ര കച്ചവടമായി. അപ്പൊ പിന്നെ പലിശന്റെ പ്രശ്നമില്ല. ഇവിടെ സുഹൃത്ത് ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ കുറച്ചെന്തും തോന വെള്ളുണ്ട്, 10-25 പേസോടെ നമ്മൾ കൊടുത്തിട്ട് കുട്ടികൾക്ക് പുതിയ ആഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ നമ്മൾ ഈ പഴയ സ്വർണത്തിന്റെ വില കണക്കാക്കി നമ്മൾ കച്ചവടം ചെയ്തു, കച്ചവടം മുറിഞ്ഞു. അതിന് കാശായിട്ട് ചിലപ്പം തന്നു വരില്ല, ചെക്ക് എഴുതി തരേക്കാരം. അങ്ങനെ ചെക്ക് എഴുതി തന്ന് പിന്നെ രണ്ടാമത് എന്താക്കുന്നു, നമ്മൾ സ്വർണം നമ്മൾ അയാളോട് കച്ചവടം ചെയ്ത് വാങ്ങുന്നു. ആ വാങ്ങിയേക്ക് നമ്മൾ എന്താക്കുന്നു, ഈ ചെക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. ഒരു കുഴപ്പമില്ല, കാശ് കിട്ടുന്നതിന് തുല്യാണ് ചെക്ക്. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ വസൂക്കാണ് വേണ്ടിയിട്ട്. നമ്മൾ ഇത്ര ഉറുപ്പ്യ ഞാൻ എനിക്ക് തരാനുണ്ട്, അല്ലെങ്കിൽ എന്റെ ഇന്ന അക്കൗണ്ടിൽ നിനക്ക് ഇത്ര ഉറുപ്പ്യ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു രേഖയാണല്ലോ ഇപ്പൊ ഈ ചെക്ക് അറിയുന്നത്. അപ്പൊ ആ കാശ് നമ്മൾ കൈപ്പറ്റാൻ ഉള്ള രേഖയാണ്. ആ രേഖ നമ്മൾക്ക് അവകാശപ്പെട്ട് തന്ന് നമ്മൾ കബൂൽ ചെയ്തു, നമ്മൾ ഏറ്റെടുത്തതോടുകൂടി അത് നമ്മളെ കാശായി മാറി. അയാള് നമുക്കത് തന്നു കഴിഞ്ഞു, നമ്മളത് ഏറ്റെടുത്ത സ്ഥാനായി. ആ കച്ചവടം അവിടെ പൂർത്തിയായിട്ട് രണ്ടാമത്തെ പുതിയ കച്ചവടത്തിന് നമുക്ക് അവകാശപ്പെട്ട ഈ കാശ് അയാൾക്ക് തിരിച്ചു കൊടുക്കുന്ന കുഴപ്പമൊന്നുമില്ല. മറ്റേ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനൊരു കച്ചവടം നടക്കാതെ സ്വർണം കൊടുത്ത് സ്വർണം വാങ്ങുമ്പം ഒരേ തൂക്കത്തിൽ ആയിരിക്കൽ ഷർത്താണ്. അതെന്തായാലും കിട്ടൂലല്ലോ. പുതിയ സ്വർണത്തിന്റെ വിലയും പഴയ സ്വർണത്തിന്റെ വിലയും വ്യത്യാസമല്ലേ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാശായിട്ട് കയ്യിൽ വാങ്ങിക്കൊള്ളണമെന്നില്ല, 2 ഇടപാട് വേറെ വേറെ നടത്തിയാൽ മതി. അതിന് ചെക്കായാലും കുഴപ്പമൊന്നുമില്ല. റഷീദ് ഖാനാണ് കാണുന്നില്ല സാർ. പിന്നെ സാർ ചെറിയ ചോദ്യം, ഞാൻ കഴിഞ്ഞ പാഠത്തിലാണ് ഈ തലയെക്കെട്ട് കെട്ടലും മേൽത്തട്ട മുടല് കമ്മീസ് ധരിക്കലും എന്നൊക്കെ പറഞ്ഞു. അത് ആമായി പറഞ്ഞതാണ്. ഇത് എല്ലാവർക്കും ആലിമ്യങ്ങൾക്കും സാധാരണക്കാർക്കും ഒരുപോലെയാണോ, അല്ലെങ്കിൽ അഥവാ ധരിക്കുകയാണെങ്കിൽ ഈ മേൽത്തട്ടൊക്കെ ആരാ ഇടേണ്ടതെന്നും അത്
ധരിക്കുന്നതിന്റെ കോലും ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കും. അവിടെ അത് വിശദീകരിച്ചിട്ടില്ല എന്നുണർത്തുന്നു. മൈക്കൂട്ട്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതൊക്കെ ഉറുഫ് അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ്. ഉലമാഇന്റെ പ്രത്യേകം അടയാളമായി ഒരു ഉറുഫ്, ഒരു നാട്ടു നടപ്പിൽ അംഗീകരിക്കപ്പെട്ട വേഷം ഉലമാ അല്ലാത്തവർ സ്വീകരിക്കുന്നതും ഉലമാ അല്ലാത്തവരുടെ വേഷമായി നാട്ടിൽ അംഗീകരിക്കപ്പെട്ട ഒരു വേഷം ഉലമാ സ്വീകരിക്കുന്നതും വിരോധിക്കപ്പെട്ടതാണ്. അപ്പൊ അത് ഉറുഫ് കൊണ്ടാണത് വേർതിരിക്കേണ്ടത്, അല്ലാതെ കൃത്യമായത് പറയാൻ കഴിയില്ല. ഓരോ നാട്ടിലെയും ഉറുഫ് അനുസരിച്ച് ആ നാട്ടിലുള്ള ഉലമാഇന്റെ വേഷത്തിൽ ആവരുത് അവാമ് അഥവാ സാധാരണക്കാർ, സാധാരണക്കാരുടെ വേഷത്തിലാവരുത് ഉലമാ. അതിന്റെ പ്രത്യേകം അല്ലെങ്കിൽ അത് അവരുടെ അവരുടെ പ്രത്യേകമായ രീതി വിട്ട് പോകുമ്പം മുറുവത്തിന് കേടുപറ്റും. ഉലമാഇന്റെ മുറുവത്തിന് അത് ബാധിക്കും. തന്നെയല്ല അവാമുന്നാസ് തഗ്രീർ, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടവരും എന്നതുകൊണ്ട് ഓരോ നാട്ടിന്റെയും ഉറുഫ് അനുസരിച്ച് ഉലമാഇന്റെ പ്രത്യേക വേഷം അത് തലപ്പാവിലായാലും കുപ്പായത്തിലായാലും താടിയിലായാലും ഒക്കെ ഓരോ നാട്ടിന്റെയും ഉറുഫ് അനുസരിച്ച് ഉലമാഇന് അറിയപ്പെടുന്ന പ്രത്യേക വേഷത്തിൽ ഉലമാ ചെയ്യണം. ഉലമാ അല്ലാത്തവരുടെ പ്രത്യേക വേഷത്തിൽ ഉലമാവ് പാടില്ല, ഉലമാന്റെ വേഷത്തിൽ പ്രത്യേകക്കാരും പാടില്ല. അത് ഇന്ന രീതിയിൽ എന്ന് പറയാൻ പറ്റൂല. ഓരോ നാട്ടിന്റെയും ഉറുഫാണ് അത് നിർണയിക്കൽ. കല്ലേരിയ ഒച്ചല്ല, വിമാനം കടലുണ്ട് എന്നാ പറഞ്ഞ ആ ഒച്ചയുള്ളു. വിമാനം അങ്ങനെ പോകുമ്പോ ഉണ്ടാകുന്ന ഒച്ച ഉണ്ടല്ലോ, ആ ഒച്ചയുള്ളൂ. മറ്റേത് ചിലപ്പം ആണെങ്കിൽ റെക്കോർഡിങ്ങിലൊക്കെ ആയിരിക്കും, അതിൽ നിന്ന് മാറ്റാൻ മറന്ന് കല്ലേരി മൈക്ക് എടുത്ത് ഇതയ്ക്കും. കുറെ നേരം അതിൻ്റെ മുകളില് ഞാൻ കുട്ടികളോട് ആരോടെങ്കിലും കത്രിക ഒപ്പിച്ചാലോ എന്ന് കരുതിയിരുന്നു, ശബ്ദമില്ല എന്ന് കരുതിയിട്ട്. ഏതായാലും ഇപ്പൊ മൈക്ക് എടുത്തപ്പോ ശബ്ദം ഉണ്ടായിട്ടില്ല, ശബ്ദം വരട്ടെ അപ്പൊ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാ അല്ലാ, സോറി ഉസ്താദെ. പിന്നെ 1-2 PM-ലായിട്ട് പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. 2 ചോദ്യം ഉണ്ട്, അതുകൊണ്ട് ഇടക്ക് മൈക്കിൽ വരുന്ന അറിയിക്കുന്നു. പിന്നെ ഒന്ന് ചോദ്യം, ഒരാള് ഒരു മുറിയുണ്ട്, ഒതുവെടുക്കുന്ന അവയവത്തിൽ ആയാലും അല്ലെങ്കിലും ഒരാൾക്ക് ഒരു മുറിയുണ്ട്. ആ മുറി കെട്ടുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി കെട്ടി. പക്ഷെങ്കിൽ ആ മുറിയിൽ നിന്ന് രക്തവും ചലവും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ കെട്ടുന്ന സമയത്ത് വളരെ വൃത്തിയാക്കി കെട്ടിവെച്ചതാണ്. അങ്ങനെ കെട്ടിവെച്ച് ഒതു ഒക്കെ നന്നായി ചെയ്തുകൊണ്ട് തന്നെ നിസ്കരിക്കുന്ന ഒരാൾക്ക് ആ പൊട്ടിൽ നിന്നും പിന്നീട് രക്തം വന്നോ എന്നുള്ളത് നോക്കേണ്ടതുണ്ടോ എന്നാണ് ഉസ്താദെ ചോദ്യം. അതായത് ആ കെട്ടിന്റെ മുകളിൽ രക്തം കാണുന്നില്ല, എന്നാൽ പിന്നെ അത് കഴിച്ചു കെട്ടുന്ന സമയത്ത് 1-2 ദിവസം കഴിച്ചു കെട്ടുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ പിന്നീട് പൊളിഞ്ഞതായിട്ട് കാണപ്പെടുകയും ചെയ്താൽ ആ നിസ്കാരം പിന്നീട് മടക്കി നിസ്കരിക്കണം എന്നുള്ളതാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ഒരാവശ്യമില്ല. അതായത് നമ്മൾ രക്തത്തിന് അഫുവിനെ പറ്റി പറഞ്ഞല്ലോ. സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തം ധാരാളമായി ഉണ്ടെങ്കിൽ പോലും അതോടുകൂടി നിസ്കരിക്കൽ സഹിയാവും, മടക്കി നിസ്കരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇപ്പോ മുറിവ് കെട്ടിയപ്പം രക്തമൊക്കെ കഴുകി വൃത്തിയാക്കി കെട്ടിയതാണ്, രണ്ടാമത് കഴിച്ചു കെട്ടാൻ നോക്കുമ്പോൾ രക്തം പൊടിഞ്ഞതായി കാണുന്നു. ഒരു കുഴപ്പമില്ല, അഞ്ഞ് പുറത്ത് തന്നെ കാണുന്നു. കെട്ടിന്റെ പുറത്തേക്ക് തന്നെ രക്തം പൊടിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല, നിസ്കാരം സഹിഹാണ്. കാരണം
രക്തം സ്വന്തം ശരീരത്തിൽ നിന്നുള്ള രക്തം കൂടുതലുണ്ടെങ്കിൽ പോലും അഫ്വ് ചെയ്യപ്പെടും. പിന്നെ കുറഞ്ഞ രക്തം അഫ്വ് ചെയ്യുമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ നിസ്കാരം മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. രക്തം പൊടിഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പാണെങ്കിൽ പോലും നിസ്കാരം സഹിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പിന്നെ ഒരു ചോദ്യം ഉസ്താദേ, ഒരു 4 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ വിഷയമെല്ലാം ഒന്നായതുകൊണ്ട് ഇടക്കിടക്ക് മൈക്കിൽ വരുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി മുഴുവൻ പറയുന്നു. ജീവനുള്ളവയുടെ ചിത്രം വരക്കുന്നതിൽ തെറ്റുണ്ടോ? പിന്നെ കിളികളെ വാങ്ങി കൂട്ടിൽ പോറ്റാമോ? മറ്റൊന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെ, പിന്നെ മദീനയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഈത്തപ്പഴത്തിന്റെ പൊതിയുടെ മുകളിൽ പള്ളിയുടെയും അതുപോലെ തന്നെ റൗള ഷരീഫിന്റെയും ഒക്കെ ഫോട്ടോകൾ കാണുന്നു. അങ്ങനെ വെക്കുന്നത് ശരിയാണോ എന്നാണ് ഒരു ചോദ്യം. അതായത് വാണിജ്യ അടിസ്ഥാനത്തിൽ അങ്ങനെ ആ ഫോട്ടോകൾ വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ഇനി ആ ഫോട്ടോകൾ നാം എന്ത് ചെയ്യണം? ഇതും കൂടിയാണ് ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം. ജീവനുള്ള വസ്തുവിന്റെ ഫോട്ടോ ജീവൻ നിലനിൽക്കുന്ന രീതിയിൽ വരയ്ക്കാൻ പാടില്ല, ഇസ്ലാം വിരോധിച്ചിരിക്കുന്നു. എന്നാൽ ഈ പ്രതിമയായിട്ട് ഉണ്ടാക്കുന്നതേ ഹറാമുള്ളൂ, ഫോട്ടം കൊണ്ട് വിരോധമില്ല എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരിക്ക് സൂക്ഷ്മത, ജീവൻ നിലനിൽക്കുന്ന രീതിയിൽ ഒരു ജീവിയുടെ ഫോട്ടോ വരക്കലും ഫോട്ടോ എടുക്കലും ഒന്നും ശരിയല്ല, വിരോധിക്കപ്പെട്ടതിൽപ്പെട്ടതാണ്. ജീവൻ നിലനിൽക്കുക അപ്പൊ പറഞ്ഞേക്ക് നമ്മൾ ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ, അത് അതിൽ പെടൂല എന്നർത്ഥം. കാരണം എന്താന്ന് വെച്ചാൽ ജീവൻ നിലക്കൂല. ഒരു മനുഷ്യന്റെ കയ്യും അരന്റെ കീപ്പട്ടും ഇല്ലാതെ വെറും ഉടലിന്റെ കുറച്ച് ഭാഗവും കൗത്തും തലയും മാത്രമേ ഇമ്മൽ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ജീവൻ നിലനിൽക്കാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല. ജീവൻ നിലനിൽക്കുന്ന രീതിയിൽ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രം വരയ്ക്കാൻ പാടില്ല എന്ന് ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടതാണ്. പിന്നെന്തേ പറഞ്ഞ് മദീനയിലെ പിന്നെന്താ കിളികളെ നമ്മളെ സംസാരിക്കുന്ന കിളി, അല്ലാതെ കാണാൻ പറ്റുന്ന ചുറുക്കുള്ള കിളികൾ, ഇങ്ങനെയുള്ള കിളികൾ, മറ്റ് ജീവികൾ, ഇവയെ വീട്ടിൽ കൂട്ടിലിട്ട് പോറ്റുന്നത്, അവക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും സംരക്ഷണവും കൊടുക്കാൻ കഴിയുമെങ്കിൽ അനുവദനീയമാണ്, ഹലാലാണ്, ഇസ്ലാം വിരോധിച്ചിട്ടില്ല. അപ്പൊ ഇതിന്റെ സ്വാതന്ത്ര്യം തടയല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും വരാം. പക്ഷേ മനുഷ്യന്റെ ഹലാലായ ഉപയോഗങ്ങളിൽപ്പെട്ടതാണ് അവയെ കണ്ട് ആനന്ദിക്കുക എന്നത്. എല്ലാം പടച്ചോൻ മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അത്തരം കിളികളെ പോറ്റുകയും കൂട്ടിലിട്ട് വളർത്തുകയും, കിളി മാത്രമല്ല ജീവികളെയും കൂട്ടിലിട്ട് വളർത്തുകയും ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷെ എന്ത് വേണം? അവക്ക് ആവശ്യമായ ഭക്ഷണം, വെള്ളം, ആവശ്യമുള്ള രോഗം വരുമ്പോൾ വരുന്ന ചികിത്സ തുടങ്ങിയ സംരക്ഷണങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ അത് ഹലാലാണ്, അത് കുഴപ്പമില്ല. പിന്നെ മൂന്നാമത് എന്തേ പറഞ്ഞ, മദീന ഷരീഫിൽ നിന്ന് ഈ ഹദിയക്കാരൊക്കെ വാങ്ങുമ്പോൾ ബോക്സിന്റെ മേലിൽ പള്ളിയുടെയും റൗള ഷരീഫിന്റെയും ഒക്കെ ചിത്രം കാണുന്നു. അത് കച്ചവടത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. എനിക്ക് തന്നെ ഉണ്ട് ഒരു അനുഭവം. ഒരിക്കൽ ഒരു കമ്പനിയിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവ്, നമ്മളൊരു സുഹൃത്താണ്, അദ്ദേഹം ഒരിക്കൽ അജ്വ, ഒരു പാക്കറ്റ് അജ്വ കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ കവറിൽ ബഹുമാനപ്പെട്ട മസ്ജിദുൻ നബവി നല്ല ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഞാനത് ആ ബോക്സിൽ നിന്നും വെട്ടിയെടുത്ത് ഇപ്പോഴും ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചേക്കാണത്. കാരണം പേടിച്ചിട്ട്, കാരണം മസ്ജിദുൻ നബവി ആണല്ലോ, മസ്ജിദ് നബവി പൂർണ്ണമായിട്ടുണ്ട്. അതിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫ് ഉൾപ്പെടുന്ന കുബ്ബ ഉൾപ്പെടെയുള്ള ആ മസ്ജിദ് നബവി ഒന്നിച്ച, അപ്പൊ അതിനെ ബഹുമാനിക്കേണ്ട വസ്തുവാണ്. ഈമാനുള്ള മനുഷ്യന്റെ കൽബിൽ അത് വല്ലാതെ വേദന ഉണ്ടാക്കും.
അത് അവിടെയും ഇവിടെയും വലിച്ചെറിഞ്ഞ് ആ കാരക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലും കുമാമയെ കൊണ്ടുപോയി വലിച്ചിടണം. അത് നല്ലതല്ല. അത് മഹത്തറമായ ആദരിക്കപ്പെടേണ്ട വസ്തുക്കളെ കച്ചവടച്ചരക്കാക്കി അനാദരിക്കാൻ ഇടവരും. അതേ സമയത്ത് ബഹുമാനപൂർവ്വം എവിടെയെങ്കിലും വെക്കുന്ന ചിത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അതല്ലല്ലോ. കാരക്കെടുത്ത് കഴിഞ്ഞാൽ ബോക്സ് വലിച്ചെറിയല്ലേ ചെയ്യുക. അപ്പൊ അത് നല്ലതല്ല. സംഗതി നമ്മളെ കയ്യിൽ കിട്ടി നമ്മളത് ബഹുമാനിക്കുക. സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പറഞ്ഞേക്ക് എവിടെയെങ്കിലും കത്തിച്ചിടുകയോ മറ്റോ ചെയ്യുക. മാലിന്യങ്ങളിലും അവിടെ എവിടെയും പോകാതെ നിരക്ക് സൂക്ഷിക്കുക. ഓക്കെ. അസ്സലാമലൈക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം. ഞാനിപ്പോൾ സൗദിയിലെ ഷോപ്പിലാണ്. ഇവിടെ നമ്മളെ മുസ്ലിം സുഹൃത്ത് തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഇവിടുന്ന് ഇപ്പൊ ഈ ജാലിയാത്തിൽ നിന്നുള്ള ആളുകൾ ആരെയാണെന്നല്ല കുറച്ച് അതായത് വഹാബിസം പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ബുക്കുകളൊക്കെയാണ്. അതിൽ ആയത്ത് ഹദീസൊക്കെ ഉണ്ട് അതില്. അപ്പൊ ഇങ്ങനത്തെ കുറെ ബുക്കുകളെല്ലാം അവന്റെ അടുത്തെല്ലാം കൊടുത്തിട്ട് പോയി. അപ്പൊ ഇത് വന്ന് കണ്ടു നോക്കുമ്പോ പറഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ആൾക്ക് ഇപ്പൊ പഠിക്കാൻ വേണ്ടി കൊടുക്കാനും പറ്റൂല. ഇതിപ്പോ എന്താ ചെയ്യുക? ഇതിൽ ആയത്ത് ഹദീസ് ഞാനിപ്പോ ഇത് ഒരു വാർത്തക്ക് മാറ്റിങ് വെച്ചിരിക്കുന്നത്. അതാണ് 1 2 കൊടുത്തത്. ഒന്നിന്റെ തന്നെ കുറെ കോപ്പികളൊക്കെ ആയിട്ടാണ് കൊടുത്തിട്ട് വാരി കൊടുത്തിട്ടാണ് പോയതാണ്. പിന്നെ എന്റെ ചോദ്യം ഇതല്ലായിരുന്നു. ഇതിനോട് കൂടെ ഞാൻ ചോദിക്കണത് എന്താ വെച്ചാല് ഇതന്നെ, അതായത് ഉളുഹിയത്തിന്റെ ഒക്കെ ഇറച്ചി നമുക്ക് കിട്ടി കഴിഞ്ഞാല് റൂമിലെല്ലാം മറ്റ് മതസ്ഥരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഭക്ഷിപ്പിക്കാൻ പറ്റുമോ നമുക്ക് കിട്ടിയതിൽ നിന്ന്? അങ്ങനെ അതൊന്ന് പറ്റുമോ എന്നുള്ളതും കൂടെ ഒന്ന് പറഞ്ഞ ഉപകാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഖുർആനും ഹദീസും ഉൾപ്പെടെയുള്ള ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കളുള്ള എന്നാൽ ഇവരുടെ വിഷലിപ്തമായ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഈ കൊച്ചു പുസ്തകങ്ങളൊക്കെ കയ്യിൽ വന്നാൽ അവിടെ നജസിലും മാലിന്യങ്ങളിലും ഇടാൻ പാടില്ല. കാരണം അതിൽ ഖുർആന് ഹദീസ് പോലെയുള്ളതൊക്കെ ഉണ്ട്. എന്നാൽ അത് പ്രചരിപ്പിക്കാനും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നല്ല നിരക്ക് തീയിട്ട് കളയാം. അതാണ് അതിന്റെ മാർഗം. മനസ്സിലായില്ലേ? പിന്നെന്തേ രണ്ടാമത്തെ എന്തേ പറഞ്ഞേ? രണ്ടാമത്തെ പേരെന്തോ കൂടി പറഞ്ഞല്ലോ. ഉദൂഹിയത്ത്. ഉദൂഹിയത്ത്, ഹഖീഖത്ത് തുടങ്ങിയ ഇനി അതുപോലെ തന്നെ ഹജ്ജിന്റെ ഇതുമായി ബന്ധപ്പെട്ട ഫിദിയകള്, ഹദിയകൾ തുടങ്ങിയ ഇബാദത്തിന്റെ ഭാഗമായി ലഭിക്കുന്ന മാംസം അത് മുസ്ലിങ്ങളല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല. മാംസമായിട്ടും കൊടുക്കാൻ പാടില്ല. അത് ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കുന്ന സമയത്ത് അതിൽ നിന്ന് മുസ്ലിങ്ങളായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. അത് വർഗീയതയല്ല, മറിച്ച് ഇബാദത്തിന്റെ ഭാഗമാണ് ഉലൂഹിയത്ത്, ഹഖീഖത്ത്, ഫിദിയ, ഹദിയ തുടങ്ങി. അത് ആരാധനയുടെ ഭാഗമായതുകൊണ്ട് അതിന്റെ അർഹരായ മുസ്ലിമീങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ റൂമിൽ മറ്റ് സമുദായക്കാരുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിൽ 1 കിലോ നല്ല ഇറച്ചി പുറത്തുനിന്ന് വാങ്ങി കൊണ്ടുവന്നിട്ട് അത് വെച്ച് കൊടുക്കുക. ഇതിൽ നിന്നിട്ട് പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഭാഗം പോലും അമുസ്ലിമുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ് വിധി. അത് നമ്മൾ ഹജ്ജിന്റെ മസല പറഞ്ഞ സമയത്ത് വിശദമായി പറഞ്ഞിരുന്നു. ഇപ്പോൾ ചുരുക്കി പറയുന്നു, കൊടുക്കാൻ പാടില്ല എന്നതാണ് നിയമം. അസ്സലാമലൈക്കും. പിന്നെ ഈ ഹജ്ജ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ഫിദിയയുടെ അറവ് അത് മക്കത്ത് നടത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മക്കത്ത് നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ട് നാട്ടില് കൊടുത്താൽ മതിയോ? അതല്ലെങ്കിൽ സൗദി അറേബ്യ തന്നെ ഉള്ള ആളാണെങ്കിൽ റിയാദിലെല്ലാം എടുത്തിട്ട് അറുത്തിട്ട് റൂമിൽ വെച്ച് ഭക്ഷിച്ചാൽ മതിയോ? അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഹജ്ജിന്റെ അറവുമായി ബന്ധപ്പെട്ടത് അത് മക്ക ഷരീഫിൽ തന്നെ അറക്കണം. ഹറമിന്റെ പുറത്ത് എവിടെ അറുത്താലും പോരാ. അപ്പൊ അങ്ങനെ തൽക്കാലം സാധിച്ചില്ലെങ്കിലോ? എന്നാൽ പിന്നെ വിശ്വസ്തനായ ഒരാളെ ഏൽപ്പിച്ചാലും മതി മക്കയിൽ വെച്ച് അറക്കാൻ. നാട്ടിൽ പോയിട്ട് നാട്ടിൽ നിന്ന് അറുത്താലും പോരാ. അതുപോലെ തന്നെ മക്കയുടെ പുറത്ത് ഇപ്പൊ ജിദ്ദയിലോ അല്ലെങ്കിൽ റിയാദിലോ ദമാമിലോ പോലത്തെ ഒക്കെ സ്ഥലത്ത് വെച്ചിട്ട് അവിടെ നിന്ന് അറുത്തിട്ട് കൊടുത്താലും പോരാ. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട എല്ലാ അറവുകളും ഹറമിന്റെ ബൗണ്ടറിക്കുള്ളിൽ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ, സഹിയാവുകയുള്ളൂ. പുറത്ത് നടത്താൻ പറ്റൂല. അപ്പൊ ഞമ്മക്ക് ഞാൻ പോകാൻ പറ്റാത്ത ഉദാഹരണം എക്സിറ്റ് അടിച്ചു പോയി, നാട്ടിലാണ്. എന്നാ പിന്നെ ഞമ്മക്ക് വിശ്വസിക്കാൻ പറ്റുന്ന
ഒരാളെ വിളിച്ച് അയാളെ വക്കാലത്ത് ഏൽപ്പിച്ചാൽ മതി, നമുക്ക് വേണ്ടി ഇറക്കാം. ഏതായാലും ഹറമിൽ മാത്രമേ പറ്റൂ, പുറത്തുനിന്ന് നടത്താൽ അതുകൊണ്ട് അറവ് വിടൂല. അടുത്ത ആള് മൈക്ക് എടുക്കുന്നില്ലല്ലോ. ഹലോ, അടുത്ത ആള് മൈക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. ഒരു ഞാൻ ചോദിക്കാൻ പറഞ്ഞതാണ്. ഉസ്താദെ, സൗദിയിൽ നിന്നൊക്കെ ഇൻസ്റ്റാൾമെന്റ് വിധി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 30,000 റിയാലിന്റെ വാഹനം 40,000 രൂപക്കെടുത്ത് അതിങ്ങനെ മാസാന്തരം ഇത്ര തുക എന്നുള്ള ആ അടവിന്റെ ശൈലിയിൽ കെട്ടിവെക്കുന്നതിന്റെ ഹുക്മ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചോദ്യം കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദ്രാവസ്യത്തോളം ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. റെഡി കാശ് കൊടുത്താൽ 30,000 റിയാലിന് കിട്ടുന്ന ഒരു വാഹനം 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലമായിട്ട് മാസത്തിൽ 1,500 അല്ലെങ്കിൽ 1000 വീതം അടച്ചാൽ 40,000 റിയാലിന് എടുക്കുന്നു. അത് ഗഡുക്കളും വിലയും നിശ്ചയിച്ചുകൊണ്ട് കച്ചവടം മുറിഞ്ഞാൽ അത് ഹലാലാണ്. പക്ഷെ എന്ത് വേണം, രണ്ടാലൊരു കച്ചവടം ഓർക്കണം. റെഡി കാശിനാണെങ്കിൽ 30,000-ന്, ഗഡുക്കളെ ഇറക്കുകയാണെങ്കിൽ 40,000-ന് എന്ന് പറഞ്ഞ് കച്ചവടം ചെയ്യാൻ പറ്റൂല. നിങ്ങൾ എങ്ങനെ എടുക്കുന്നത്? റെഡി കാശാണോ? എന്നാൽ ഞാൻ റെഡി കാശ് 30,000-ന് എടുത്തു, അങ്ങനെ 30,000-ന് ഞാൻ വിറ്റു, അങ്ങനെ തീർക്കണം. അതല്ല 2 കൊല്ലത്തെ മാസം തോറും ഇത്ര വീതം അടച്ചിട്ട് 2 കൊല്ലം കൊണ്ട് അടച്ചു തരാ എന്ന വ്യവസ്ഥയിൽ 40,000-ന് എടുത്തു, വിറ്റു, അത് അനുവദനീയമാണ്. രണ്ടാലൊന്ന് ഏച്ചുകൂട്ടിക്കൊണ്ട് പറ്റൂല. ഏതെങ്കിലും ഒന്ന് നിർണയിച്ച് ചെയ്യണം. വില നിർണയിക്കണം, ഗഡു നിർണയിക്കണം. എന്നിട്ട് നിങ്ങൾ അടവിനാണോ എടുക്കണമെങ്കിൽ അത് വ്യക്തമായി ആ നിരക്ക് കച്ചവടം ചെയ്യണം. അങ്ങനെ ചെയ്താൽ അതുകൊണ്ട് കുഴപ്പമില്ല, അനുവദനീയമാണ്. സമയം പരിമിതമാണ്, വളരെ കുറച്ച് സമയം കൂടിയുള്ളൂ. സർവാങ്ക് ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുന്നിലുള്ളവർ എടുക്കണില്ലെങ്കിൽ അടുത്തുള്ളവർ എടുത്തോളി. വേഗം മൈക്ക് എടുക്കണം, കുറഞ്ഞ സമയം കൂടിയേ ബാക്കിയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാത്തിനെ സംബന്ധിച്ച് സൗണ്ട് ക്ലിയർ ആയിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. സക്കാത്തിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോ ഒരു പെങ്ങള് അല്ലെങ്കിൽ ഒരു അമ്മായി, അതുപോലത്തെ കുടുംബത്തിൽപ്പെട്ട ആ പെങ്ങളുടെ ആവശ്യങ്ങളിൽ ഭർത്താവിനെ കൊണ്ട് കഴിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മായിക്കാരെ കൊണ്ട് കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ത്രീകൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റുമോ? സക്കാത്ത് കൊടുത്താൽ വീടോ എന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു. ഭർത്താവ് ചെലവ് കൊടുത്തിട്ട് ജീവിതമാർഗം നടക്കുന്ന ഭാര്യക്ക് ഫക്കീർ എന്ന നിലക്കും മിസ്കീൻ എന്ന നിലക്കും സക്കാത്ത് കൊടുക്കാൻ പറ്റുകയില്ല. 8 വിഭാഗത്തിൽ ഫക്കീർ മിസ്കീൻ അല്ലാത്ത വഴിയാത്രക്കാര്, അതല്ലെങ്കിൽ കടം കൊണ്ട് വലഞ്ഞവർ, പുതുമുസ്ലിം തുടങ്ങിയ മറ്റ് മാർഗങ്ങളിലൂടെ സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടതാണെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഭർത്താവുണ്ട്, ഭർത്താവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീക്ക് വേണ്ട ജീവിത ചെലവ് കഴിക്കേണ്ടത് ഭർത്താവാണ്. അപ്പൊ ഭർത്താവിന്റെ ചെലവ് കൊണ്ട് ജീവിക്കുന്ന അവസ്ഥയായതുകൊണ്ട് ഫക്കീറിന്റെ ഹുക്കുമും മിസ്കിന്റെ ഹുക്കുമും അവർക്ക് ബാധകമല്ല. ബാക്കി സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഏതെങ്കിലും വകുപ്പിൽ അവകാശിയാണെങ്കിൽ ആ നിലക്ക് കൊടുക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മറ്റു സുഹൃത്തുക്കളും വിഷമം തോന്നരുത്. ഒരു ചോദ്യം വന്നിരുന്നു, എന്റെ ഒരു സുഹൃത്തിന്റെ ചോദ്യമാണ്. തയമ്മും ചെയ്യുന്ന വിഷയത്തെ പറ്റിയിട്ട്. അതായത് ഒരു അസുഖം, ഒരാളുടെ കാലിൽ അല്ലെങ്കിൽ പിന്നെ ഒളുവിന്റെ അവയവത്തിൽപ്പെട്ട ശരീരത്തിൽ ഒരു മുറിവുണ്ടായി. അങ്ങനെ അദ്ദേഹം അവിടെ മുറിവ് കെട്ടി. അങ്ങനെ ജനാപത്ത് കാരണമായാലും വലിയ അശുദ്ധി കാരണമായി എങ്കിൽ അദ്ദേഹം ഈ കെട്ടുന്നതിന് മുമ്പ് ഒളു എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ നിസ്കാരങ്ങള്, തയമ്മും ചെയ്യുന്ന നിസ്കാരങ്ങള് ഖളാ വീട്ടേണ്ടതുണ്ടോ?
കുളിക്കുന്നതിന് പകരം പിന്നെ ഈ തൈമം ചെയ്യുമ്പോൾ അവനക്ക് കുളിച്ച് കഴിഞ്ഞ് പിന്നെ ഇത് ഉണങ്ങിയ ശേഷം വീണ്ടും കഥ വീട്ടേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. പിന്നെ അതിന് പുറമെ തന്നെ ഈ കെട്ട് എങ്ങനെ ആ മുറിക്ക് മാത്രമാവല്ല, മുറിയുടെ കുറച്ച് മേലെ കയറി കഴിഞ്ഞാൽ ആ കയറി ഭാഗങ്ങൾ നനയേണ്ടതുണ്ടോ, അങ്ങനെ ഉണ്ടായിരുന്നു. വിശദീകരിച്ചുള്ള ഉപകാരമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. തയമ്മത്തിന്റെ അവയവമല്ലാത്ത വുദൂവിന്റെ അവയവത്തിലോ ശരീരത്തിന്റെ മറ്റു ഭാഗത്തോ മുറിവുണ്ടായാൽ അവ കെട്ടിയിട്ട് കുളിക്കുന്ന സമയത്ത് ബാക്കി ഭാഗങ്ങളൊക്കെ കുളിക്കുകയും ഇതിനു വേണ്ടി തയമ്മം ചെയ്യുകയും ചെയ്താൽ പിന്നെ മടക്കി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മുറിവ് കെട്ടാൻ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ കുറേ ഭാഗം പ്ലാസ്റ്റർ ഇട്ടൊന്നിച്ച് മറച്ചതാണ്, അവിടെ ഒന്നും നനഞ്ഞിട്ടില്ലെങ്കിൽ അത് കൊണ്ട് പിന്നെ രണ്ടാമത് മടക്കി നിസ്കരിക്കേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചാൽ ഈ മുറിവ് കെട്ടാൻ ആവശ്യമുള്ള മുറിവായിട്ട് ബന്ധപ്പെട്ട സ്ഥലം അല്ലാതെ വേറെയും കുറേ സ്ഥലം ഉണ്ടല്ലോ, ആ സ്ഥലം ശുദ്ധിയാക്കാൻ കഴിയാതെ വരികയാണ്. അതേ സമയത്ത് മുറി കെട്ടിയൊക്കെ ആണെങ്കിൽ തൈമത്തിന്റെ അവയവത്തിലാണെങ്കിൽ മടക്കി നിസ്കരിക്കണം. തൈമത്തിന്റെ അവയവം അല്ലാത്ത വുദൂവിന്റെ അവയവത്തിലാണെങ്കിലും അല്ലെങ്കിലും തൈമം ചെയ്ത് നിസ്കരിച്ചാൽ പിന്നീട് ആ കുളിക്കേണ്ടതിന് ബാക്കിയുള്ള ഭാഗത്തിന് കുളിക്കണം. പിന്നെ തൈമത്തിന്റെ അവയവത്തിന് വേണ്ടി ഈ മുറി ഉള്ള സ്ഥലത്തിന് വേണ്ടിയിട്ട് തൈമം ചെയ്യുമ്പം മുഖത്തിലും കയ്യിലുമാണല്ലോ തൈമം ചെയ്യേണ്ടത്. അവിടെ തൈമത്തിന്റെ മണ്ണെത്തുന്നതിന് തടസ്സമില്ലെങ്കിൽ മടക്കി നിസ്കരിക്കേണ്ടതില്ല. ഓക്കെ, സമയം ബാങ്ക് കൊടുക്കാനായി. അതുകൊണ്ട് ഇനി കുറെ ആളുകൾ കൈപൊക്കി നിൽക്കുന്നുണ്ട്, അവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നു. നാളെ നേരത്തെ വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടുന്നതും പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു ഖൈറായ അമലായ അള്ളാഹു തആല കബൂലാക്കുമാറാകട്ടെ. അറിയാതെ വല്ല തെറ്റുകുറ്റങ്ങളും വന്നു പോകുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. دعاء وصية. السلام عليكم ورحمة الله. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹ്. ബഹുമാനപ്പെട്ട അബൂ ഷാക്കിർ ഉസ്താദിന്റെ ക്ലാസ്